അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് വബാഇദി സ്വദ്റ വദാരിൽ ഖാലി വസുദ്ദ ബാബ കസ്റത്തിൽ മാഖാലി എന്നുള്ള വരിയാണ്. നമ്മൾ 17ാമത്തെ വരിയായിട്ടോ. അപ്പോൾ 17ാമത്തെ വരിയായി ഇതിൽ പറയുന്നത് വബാഇദി സ്വദ്റ വദാരിൽ ഖാലി വസുദ്ദ ബാബ കസ്റത്തിൽ മാഖാലി എന്നാണ് കേട്ടോ. ഇവിടെ വബാഇദ് നീ വിദൂരത്താവുക, നീ ദൂരയാക്കുക, അസ്വദ്റ നേതാവാകലിനെ നീ വിദൂരത്താവുക. അഥവാ എല്ലാത്തിലും ഇങ്ങനെ ആളാവുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അതാണ് സ്വദർ ഞാനാണ് ഏറ്റവും മുമ്പിലുള്ളത് എന്നുള്ളത്. അനാവശ്യ വിഷയങ്ങളിൽ കേട്ടോ, പഠിക്കുന്ന വിഷയത്തിലല്ല. ഈ അസ്വദർ, ഈ തലവനാവലിനെ, ഈ നേതാവാകലിനെ നീ വിദൂരത്താക്കണം. വദാരിൽ ഖാലി വദാരി നീ പെരുമാറണം, നീ സൗമ്യനായി പെരുമാറണം, നീ വളരെ ലാളിത്യത്തോടെ പെരുമാറണം. ആരോട്? അൽ ഖാലി ദേഷ്യമായി പെരുമാറുന്നവനോട്, ദേഷ്യപ്പെടുന്നവനോട്, നിന്നോട് ദേഷ്യപ്പെടുന്ന ആളുകൾ. അൽ ഖാലി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നവൻ എന്നാണ്. അപ്പോൾ എന്താണ്? ദേഷ്യപ്പെടുന്നവനോട് ദാരി നീ സൗമ്യനായി പെരുമാറുക. എത്ര വലിയ ദേഷ്യപ്പെട്ടാൽ നീ എന്ത് ചെയ്യണം? സൗമ്യനായിട്ട് പെരുമാറണം. വസുദ്ധ എന്നിട്ട് ഇന്ന് മാത്രമല്ല, വസുദ്ധ നീ അടക്കുകയും ചെയ്യുക, നീ കൊട്ടിയടക്കുക. എന്തിനെ? ബാബ വാതിലിനെ. എന്തിൻ്റെ വാതിലാണ്? കസ്റത്തിൽ മഖാലി അധികരിച്ച സംസാരം, അതിൻ്റെ വാതിലാണ് കൊട്ടിയടക്കുക. എന്തല്ല ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക്, ഇൽമുമായി ബന്ധപ്പെടുന്ന വിദ്യാർത്ഥിക്ക് ചോദിച്ചതല്ല എന്ത്? അധികരിച്ച സംസാരം, അനാവശ്യമായ സംസാരങ്ങളൊന്നും. അതാണ് കസ്റത്തൽ മഖാൽ. മഖാൽ എന്ന് പറഞ്ഞാൽ സംസാരം, കാൽ അല്ലേ സംസാരം, അതിൻ്റെ അധികരിപ്പിക്കൽ. ആവശ്യത്തിനൊക്കെ സംസാരിക്കണം, അനാവശ്യമായ അധികരിച്ചുള്ള സംസാരത്തിൻ്റെ വാതിലിനെ നീ കൊട്ടിയടക്കുകയും ചെയ്യണം. ഇതൊക്കെ ഇൽമു ലഭിക്കാനുള്ള മാർഗങ്ങളാണ് കേട്ടോ. എല്ലാം ഇൽമു ലഭിക്കാനുള്ള ഓരോ അദബുകളാണ് പറയുന്നത്. വബാഇദ് നീ വിദൂരത്താക്കണം, നീ ദൂരയാക്കണം. അസ്വദറ നേതാവാകലിനെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഞാനാണ് നേതാവ് എന്നുള്ള ആ ഒരിതുണ്ടല്ലോ, ആ നേതാവാകലിനെ നീ ഒഴിവാക്കണം. വദാരി എന്നിട്ട് നീ സൗമ്യനായി പെരുമാറണം. അൽ ഖാലി ദേഷ്യപ്പെടുന്നവരോട് നീ സൗമ്യനായി പെരുമാറണം. ഇതൊക്കെ നല്ലൊരു മനുഷ്യനാകാനുള്ള ഒരു ക്വാളിറ്റികൾ കൂടിയാണ് കേട്ടോ. വബദാരിൽ ഖാലി ദേഷ്യപ്പെടുന്ന ആളുകളോട്, ദാരി എന്ന് പറഞ്ഞാൽ സൗമ്യനായി, വളരെ സിമ്പിളായി എന്നർത്ഥം, സ്നേഹത്തോടെ പെരുമാറുക. വസുദ്ദ നീ കൊട്ടിയടക്കുക. സദ്ദു കൊട്ടിയടക്കുക. ബാബ കസ്റത്തിൽ മഖാലി അധികരിച്ച സംസാരത്തിൻ്റെ വാതിലിനെ. ബാബ കസ്റത്തി അൽ മഖാലി അധികരിച്ച അധികരിക്കലിൻ്റെ വാതിലിനെ. സംസാരത്തിൻ്റെ അധികരിക്കലിൻ്റെ വാതിലിനെ. മുലാഫിലൈ വീണ്ടും മുലാഫിലൈയാണ് കേട്ടോ. അതാണ് ബാബ വാതിലിനെ കൊട്ടിയടക്കോ. എന്തിൻ്റെ വാതിലാണ്? കസ്റത്തി അധികരിക്കലിൻ്റെ. എന്തധികരിക്കൽ? അൽ മഖാല് സംസാരം അധികരിക്കലിൻ്റെ വാതിലിനെ നീ കൊട്ടിയടക്കുക എന്ന് പറയുന്നത്. ഇവിടെ നേതാവാവുക എന്ന് സ്വദർ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മളൊരു സദസ്സിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ സദസ്സിൽ ബാക്കിലൊക്കെ സ്ഥലമുണ്ട്, അതുപോലെ തന്നെ മുമ്പിലൊക്കെ കറക്റ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മുമ്പിലൊന്നും സ്ഥലമില്ല, മുമ്പിൽ വിടവുകളൊന്നും ഇല്ലാത്തൊരവസരത്തിൽ വലിയ ആളാവാൻ വേണ്ടി എന്ത് ചെയ്യുക? ആ ഇൽമു പഠിക്കുന്ന സദസ്സാണെങ്കിൽ തന്നെ അതിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുക. അത് എന്താണ്? അദബിൽപ്പെട്ടതല്ലല്ലോ. അദബിൽ പെടൂലെന്ത്? മുമ്പിൽ എത്ര വലിയ അദബിൻ്റെ ക്ലാസ് ആണെന്നുണ്ടെങ്കിലും, എത്ര വലിയ ഇൽമിൻ്റെ സദസ്സാണെന്നുണ്ടെങ്കിലും, മുമ്പിൽ വിടവുകളൊന്നുമില്ല എങ്കിൽ ആളാവാൻ വേണ്ടി മുമ്പിലേക്ക് പോയിരിക്കുക എന്നുള്ളതല്ല, നല്ല സ്വഭാവമല്ല. ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ഗുണമല്ല. അങ്ങനെ അതുപോലെ തന്നെ ക്ലാസ്സിലേക്ക് വൈകി വരുമ്പോൾ എന്താ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരാൾ കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അവിടെ ബാക്കിലിരിക്കുക എന്ന്. അതൊക്കെ ഒരു നബിയുടെ ചര്യയിൽ നിന്ന് നേരെ പിൻപറ്റേണ്ടതാണിത് ഉലമാക്കളും അതുപോലെ തന്നെ പണ്ഡിതന്മാരൊക്കെ. അപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളായ നമ്മൾ ചെയ്യേണ്ടത് അദബുകൾ പരമാവധി പാലിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണെന്ത്? വബാഇദി സ്വദ്റ ആളാവുക, ഈ നേതാവാകുക എന്നുള്ളതുണ്ടല്ലോ, അത് കണ്ട് വിദൂരത്താക്കുക. ആ പരിപാടി വേണ്ടാന്ന്. ഓക്കെ. വദാരി നീ സൗമ്യനായി പെരുമാറണം. അൽ ഖാലി ദേഷ്യപ്പെടുന്നവനോട്. ഈ ദേഷ്യപ്പെടുന്ന ആളുകളോട് സൗമ്യനായി പെരുമാറുക എന്നുള്ളത് വളരെ വലിയൊരു വിശേഷണമാണ്. അത് സാധിക്കുക എന്നുള്ളത് അപൂർവം വ്യക്തികൾക്കേ സാധിക്കുകയുള്ളൂ. നമ്മോടൊരാൾ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് തിരിച്ച് ദേഷ്യപ്പെടാനേ തോന്നുകയുള്ളൂ. അങ്ങനെയല്ല വേണ്ടത്. ദേഷ്യപ്പെടുന്ന ആളുകളോടും സൗമ്യനായി സ്നേഹത്തോടെ പെരുമാറണം.
അതെന്തിനാന്ന് വെച്ചാൽ ഒരു ചൊല്ലുണ്ടല്ലോ, എന്ത് കമാ ദീന തുദാ, നീ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയായിരിക്കും നീ എന്നോട് പെരുമാറപ്പെടുക. അപ്പോൾ നീ ദേഷ്യപ്പെടുന്ന ആളുകളോട് നീ സൗമ്യനായി പെരുമാറുകയാണെങ്കിൽ, നീ ഏതെങ്കിലും അവസരത്തിൽ ആരോടെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർ നിന്നോടും സൗമ്യനായി പെരുമാറുമെന്നുള്ളതാണ്. ഇതൊക്കെ ഒരു മനുഷ്യനിക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയാണ്. ഒരു മുത്തഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർബന്ധവുമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് പറയണം വസുദ്ദ ബാബ കസ്റത്തിൽ മഖാൽ, സംസാരം അധികരിക്കലിൻ്റെ വാതിലിനെ നീ കൊട്ടിയടക്കണമെന്നാണ് പറഞ്ഞത്. അതങ്ങനെ പറയാനുള്ള കാരണം എന്താ പറയുക, ഇതാ തമ്മലാക്കലൂ നഖസൽ കലാമു എന്ന് പറയാറുണ്ട്. അത് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് എന്ത്, ഇതാ തമ്മലാക്കലു, ബുദ്ധി പരിപൂർണമായാൽ പിന്നെ സംസാരം വളരെ കുറവായിരിക്കുന്നു. അപ്പോൾ വാക്കുകൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ, പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതാണ് ഇതാ തമ്മൽ അക്കലു, ബുദ്ധി പരിപൂർണമായാൽ നഖസൽ കലാമു, സംസാരം കുറയും എന്ന് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ ഒരു ബുദ്ധിയുള്ള ആളുകൾ, നല്ല ബുദ്ധിയുള്ള ആളുകളൊന്നും ഒരിക്കലും എന്തില്ല, അനാവശ്യമായി സംസാരിക്കുകയില്ല എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇനി അതിൻ്റെ അർത്ഥങ്ങളൊന്നും, ബാഇദ് എന്നുള്ളത് ബാഅദ യുബാഇദു, അതിൻ്റെ അമ്രാണ് എന്ത്, ബാഇദ്. ഓക്കെ, ഫാഇൽ. അസ്വദറ എന്നുള്ളത് അതിൻ്റെ മഫ്ഊലായിട്ടാണ്. ഇതിൻ്റെ ബാഇദ് അസ്വദറ, ആളാവലിനെ അല്ലേ, നേതാവാകലിനെ നീ ഉപേക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട് എന്ത്, ആരെങ്കിലും സദസ്സിൽ ഇങ്ങനെ എന്ത്, ലഅനല്ലാഹു മൻ ജലസ വസ്തൽ ഹലഖ, സദസ്സിൽ ഇങ്ങനെ കുത്തിത്തിരിക്കി ഇങ്ങനെ ഇരിക്കുക എന്നുള്ള അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നുവെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്വദർ എന്ന് പറഞ്ഞ നേതാവാകുക എന്നുള്ളത് അതെന്തിലാണ്, ഈ അഹങ്കാരത്തോടെയും അതുപോലെ തന്നെ ഒരു വലിയ ആളാവുക എന്നുള്ളൊരു അർത്ഥത്തിനിക്കാണ് കേട്ടോ അത് വന്നത്. അഹങ്കാരത്തോടെ ഇങ്ങനെ നേതാവാകുക എന്നുള്ളത്, ഇതുപോലെ അപമര്യാദയായിട്ട് ഇരിക്കുക ഉസ്താദുമാരുടെ മുമ്പിൽ, അതുപോലെ തന്നെ നമ്മളെക്കാളും മുതിർന്ന ആളുകളുടെ മുമ്പിൽ, അതിന് എത്ര ഇൽമില്ലാത്ത ആളുകളാണെങ്കിൽ വയസ്സിന് മൂത്ത ആളുകൾ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇൽമിൽ നമ്മളെക്കാളും അധികമുള്ള ആളുകളുടെ മുമ്പിലൊക്കെ അപമര്യാദയായിരിക്കുക, അതൊക്കെ ഒഴിവാക്കണം. അതൊക്കെ എന്താണ്, ഈ സ്വദറിൻ്റെ ഓരോരോ ലക്ഷണങ്ങളാണ്. പിന്നെ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ദാരി എന്ന് പറഞ്ഞല്ലോ, ദാരി എന്നുള്ളത് ദാറ യുദാരി മുദാറാത്തൻ, അതിൻ്റെ അമ്രാണ് ദാരി എന്ന് പറഞ്ഞാൽ അൽ മുലാത്തഫത്തി അൽ മുലായന എന്നൊക്കെ പറയാം. നല്ല സ്നേഹത്തോടെ ലാളിത്യത്തോടെ വളരെ സിമ്പിളായിട്ട് എന്നർത്ഥം, വളരെ ലളിതമായി പെരുമാറുക എന്നാണ്. അൽ ഖാലി എന്ന് പറഞ്ഞാൽ അൽ മുബഗിൽ അല്ലെങ്കിൽ അൽ മുബഗിൽ, ദേഷ്യപ്പെടുത്തുന്നവൻ എന്നൊക്കെ അർത്ഥം. ഓക്കെ, അപ്പോൾ നിന്നെ ദേഷ്യപ്പെടുത്തുന്ന ആളുകളോട് നീ സൗമ്യനായി പെരുമാറണം എന്നാണ് പറയുന്നത്. ഇവിടെ എന്ത്, ദാരി എന്നുള്ളതിൻ്റെ മഫ്ഊലാണല്ലോ അൽ ഖാലി. അവിടെ എന്താണ്, ഖാലി എന്നുള്ളത് പോലെ അല്ലേ, അവിടെ ഖാലി എന്നുള്ളത് അതുപോലെയാണ്. അവിടെ നെസ്ബ് വെളിവാവുകയില്ല, കാരണം അങ്ങനെ ആയതുകൊണ്ട്, ദാറ ഖാലി എന്നുള്ളതായിക്കൊണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങനെ വരുന്നത് ഇതിൽ പറയുന്നത് എന്താണ്, ഫലാബുദ്ദ ലി താലിബിൽ ഇൽമി, അങ്ങനെ നമുക്ക് പറയാം, ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് നിർബന്ധമാണ് എന്ത്, അന്യുലായിന, അവൻ സൗമ്യനായി പെരുമാറണം, അന്യുലാത്തിഫ്, അവൻ അനുകമ്പ കാണിക്കണം. ആരോട്, മനുബഗലോ, പഠിക്കുന്ന അവസരത്തിൽ ഇത് ഒരുപാടുണ്ടാവും. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മളെ ദേഷ്യപ്പെടുത്താനും ശല്യപ്പെടുത്താനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. അവരോടൊക്കെ സൗമ്യനായി പെരുമാറുക എന്നാണ് പറയുന്നത്. ഓക്കെ, ആരാണെങ്കിലും, നിന്നെ ദേഷ്യപ്പെടുത്തുന്ന ആരാണെങ്കിലും, നിന്നെ ചിലപ്പോൾ ദേഷ്യപ്പെടുത്തുന്ന ചിലപ്പോൾ നിൻ്റെ ഉസ്താദുമാരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിൻ്റെ ഒപ്പം പഠിക്കുന്ന ആളുകളായിരിക്കാം, അതല്ല നിൻ്റെ വീട്ടുകാരായിരിക്കാം, ആരായാലും നിന്നെ ദേഷ്യപ്പെടുത്തുന്ന, പഠിക്കുന്ന വിഷയത്തിൽ നിന്നെ ദേഷ്യപ്പെടുത്തുന്ന എന്തുണ്ടെങ്കിലും അവരോടൊക്കെ സൗമ്യനായി പെരുമാറണം, അല്ലാതെ അവരോട് തിരിച്ച് ദേഷ്യപ്പെടുക എന്നുള്ളതല്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു വസുദ്ദ, നീ അടക്കുക, എന്തിനെ, ബാബ സദ്ദയ സുദ്ദു, ഇതുപോലെ മദ്ദയ മുദ്ദു എന്നുള്ളത് പോലെയാണ്. അകലിക്ക് എന്ന അർത്ഥം കേട്ടോ, നീ അടക്കുക, നീ കൊട്ടി അടക്കുക. ബാബ എന്നുള്ളതാണ് സുദ്ദ എന്നുള്ളതിൻ്റെ മഫൂൽ കേട്ടോ, വാതിലിനെ എന്നുള്ളത്. ഇവിടെ കസ്റത്ത് എന്നുള്ളത് കില്ലത്തിൻ്റെ ഓപ്പോസിറ്റാണ്, വളരെ കുറച്ച് വളരെ അധികം എന്നാണ്. അപ്പോൾ കില്ലത്തിൻ്റെ ഓപ്പോസിറ്റ് പദമാണ്, അഥവാ വിപരീത പദമാണ് കസ്റത്ത്. ഓക്കെ, കില്ലത്തിൻ്റെ ഓപ്പോസിറ്റാണ് കസ്റത്ത്. പിന്നെ പറയുന്നത് ഇവിടെ മഖാൽ എന്ന് പറഞ്ഞാൽ സംസാരം, കാല യഖൂലു എന്നാണ് മക്കാൽ എന്നുണ്ടായത് കേട്ടോ. അപ്പോൾ ഈ രണ്ടാമത്തെ വയത്തിൻ്റെ അർത്ഥം എന്താണ്, ഒരു വൈജിബുലിൽ മുത്താലിമി, വൈജിബ് അൽ മുത്താലിമി, ഒരു മുത്താലിമിനിക്ക് നിർബന്ധമാണ്, അനിവാര്യമാണ് എന്ത്,
അല്ല യക്കുസുറൽ കലാം, കലാം അധികരിപ്പിക്കരുത്, സംസാരം അധികരിപ്പിക്കരുത്, ഫീമാലായ ഇനി അനാവശ്യമായ കാര്യങ്ങളിൽ എന്നർത്ഥം. ഈ അനാവശ്യ സംസാരം, ഈ അധികരിച്ച സംസാരം എന്നുള്ളത് എന്താണ്? അത് എന്താ പറയുക, ആദത്തുൽ ഹംഖ, ഈ പൊട്ടന്മാരുടെ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ആളുകളുടെ ചര്യയാണ്. അതെന്താണ്? അത് സമയങ്ങൾ കളയും അല്ലേ? അധികരിച്ച സംസാരങ്ങൾ സമയം കളയും. അതുപോലെ തന്നെ ദേഷ്യങ്ങൾ ഉണ്ടാക്കി വിടും അല്ലേ? ഓരോ ആളുകളെ പറ്റി ഇങ്ങനെ സംസാരിച്ച് അവസാനം അത് വലിയ പ്രശ്നത്തിലൊക്കെയായി മാറും. അതുപോലെ തന്നെ വെറുതെ സമയങ്ങൾ നഷ്ടപ്പെടും. പിന്നെ അങ്ങനെ എന്തായിരിക്കും, ഒരു ഉപകാരമില്ലാത്തതായിരിക്കുമല്ലോ അധികരിച്ച സംസാരം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വാതിലിനൊക്കെ ഇനി കൊട്ടിയടക്കുക എന്നാണ് പറയുന്നത്. അധികരിച്ച അമിതമായ വർത്തമാനങ്ങളെ നീ ഉപേക്ഷിക്കുക, നീ അതിനെന്ത് ചെയ്യണം? അതിൻ്റെ വാതിലിനെ നീ കൊട്ടിയടക്കണം. അതുപോലെ തന്നെ ദേഷ്യപ്പെടുന്നവരോട് മൃദുലമായി പെരുമാറുകയും ക്ഷമയോടെ സഹവസിക്കുകയും ചെയ്യുക എന്നൊക്കെ ഇതിൻ്റെ ടോട്ടലായിട്ട് അർത്ഥം പറയാം. അപ്പോൾ ഇതുകൂടി പഠിക്കട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.